ഏവർക്കും നമസ്കാരം. വിസ്ഡം ലേണിംഗ് ക്ലാസ്സിൻ്റെ മാത്സ് ഫൗണ്ടേഷൻ സീരീസ് ക്ലാസ്സിലെ സേർച്ച് ഭാഗത്തിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വീഡിയോ സേർച്ചിൻ്റെ ബേസിക് പറഞ്ഞു തുടങ്ങി. നമ്മൾ അഡ്വാൻസ് സ്റ്റേജിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും വീഡിയോ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കിടക്കാം. ഞാൻ മുരളിലാൽ, നിങ്ങളുടെ മാത്സ് മെൻറ്റർ. ആദ്യത്തെ ചോദ്യം പറയുന്നത്, ഇഫ് a⁴ plus b⁴ plus c⁴ is equal to 0, then show that a plus b plus c the whole raised to 3 is equal to 27 abc. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? a⁴ plus b⁴ പ്ലസ് c⁴ ഈസ് ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സിയെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് മാറ്റപ്പോൾ എന്ത് സംഭവിക്കും? -c⁻⁴. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു 1/3 എന്ന് പറഞ്ഞത് ക്യൂബിക് റൂട്ടാണ്. അപ്പോൾ ഈ ക്യൂബിക് റൂട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ക്യൂബിങ് രണ്ട് സൈഡും ചെയ്യുമ്പോൾ എന്ത് കിട്ടി? a⁴ പ്ലസ് b⁴ whole raised to 3 is equal to -c⁻⁴ whole raised to 3. അപ്പോൾ എന്താണ് a പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ ഫോർമുല? a പ്ലസ് ബി ദ ഹോൾ റേസ് ടു 3യുടെ ഫോർമുല ഈസ് ഈക്വൽ ടു a³ പ്ലസ് b³ പ്ലസ് 3ab ഇൻറ്റു a പ്ലസ് ബി. ഇതാണ് ഫോർമുല. അപ്പോൾ ഈ ഫോർമുല a എന്താണ്? a⁴ ബി എന്താണ്? b⁴. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a⁴ ദ ഹോൾ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ a കിട്ടും, പ്ലസ് b⁴ എന്ന് പറഞ്ഞാൽ b⁴ ദ ഹോൾ റേസ് ടു 3 എന്ന് പറയുമ്പോൾ b കിട്ടും, പ്ലസ് 3 ഇൻറ്റു a എന്ന് വെച്ചാൽ എന്താണ്? a⁴ ബി എന്ന് പറഞ്ഞാൽ b⁴ ഇൻറ്റു ബി അഗെയിൻ എ എന്ന് പറഞ്ഞാൽ a⁴ ഇൻറ്റു പ്ലസ് b⁴ ഈസ് ഈക്വൽ ടു മൈനസ് ഹോൾ ക്യൂബ് എന്താണ്? മൈനസാണ്. c⁻⁴ എന്ന് പറയുമ്പോൾ c ആണ്. അപ്പോൾ ഈ മൈനസ് സി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? a പ്ലസ് ബി മൈനസ് സിക്ക് പകരം മൈനസ് ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ പ്ലസ് സി ആവും. ഈസ് ഈക്വൽ പ്ലസ് 3a⁴ b⁴ ഇൻറ്റു a⁴ പ്ലസ് b⁴ നമുക്ക് എന്താണ് ഉത്തരം? നമുക്കറിയാം അത് -c⁻⁴ ആണ്. അപ്പോൾ എന്താണ്? -c⁻⁴ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് പ്ലസ് ഇൻറ്റു മൈനസ് ആകുമ്പോൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? a പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു മൈനസ് പ്ലസ് ആവും 3a⁴ b⁴ c⁻⁴. അപ്പോൾ നമുക്ക് എന്താ കണ്ടുവേണ്ടത്? a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ ക്യൂബാണ്. നമുക്ക് a പ്ലസ് സി കിട്ടി. അപ്പോൾ വീണ്ടും ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ റേസ് ടു 3 ഈസ് ഈക്വൽ ടു 3യുടെ ക്യൂബ് എന്താണ്? 27. a⁴ ക്യൂബ് a, b⁴ ക്യൂബ് ബി, c⁻⁴ ക്യൂബ് സി. അപ്പോൾ നമ്മളിവിടെ ഷോ ചെയ്തിട്ട് a പ്ലസ് ബി പ്ലസ് സി ഹോൾ റേസ് ടു 3 ഈസ് ഈക്വൽ ടു 27 abc. നെക്സ്റ്റ് ചോദ്യത്തോട് കിടക്കാം. ഷോ ദാറ്റ് 1/√2 പ്ലസ് √3 മൈനസ് 2/√5 മൈനസ് √3 പ്ലസ് 3/√5 മൈനസ് √2 ഈസ് ഈക്വൽ ടു 0 എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഡിനോമിനേറ്ററിൽ നമ്മൾ സേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ കോഞ്ചുഗേറ്റ് എന്താണ്?
√2 പ്ലസ് √3യുടെ കോഞ്ചുഗേറ്റ് √2 മൈനസ് √3 ഹോൾ ഡിവൈഡഡ് ബൈ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യണം എന്തുകൊണ്ട് കോഞ്ചുഗേറ്റ് കൊണ്ട് √2 പ്ലസ് √3 ഇൻറ്റു √2 മൈനസ് √3. അപ്പം വാല്യൂ വ്യത്യാസമില്ല. ഇതേപോലെ മൈനസ് 2 ഇൻറ്റു √5 മൈനസ് √3 സോറി മൈനസിൻ്റെ കോഞ്ചുഗേറ്റ് പ്ലസ് ആണ് √3 ഡിവൈഡഡ് ബൈ √5 മൈനസ് √3 ഉള്ള നമ്പർ കോഞ്ചുഗേറ്റ് എന്താണ് √5 പ്ലസ് √3 പ്ലസ് ഇതേപോലെ നമുക്ക് ഇവിടെയും ചെയ്യാൻ എന്ത് കിട്ടും 3 ഇൻറ്റു √5 മൈനസ് √2 കോഞ്ചുഗേറ്റ് പ്ലസ് √2 ഹോൾ ഡിവൈഡഡ് ബൈ √5 മൈനസ് √2 ഇൻറ്റു √5 പ്ലസ് √2. അപ്പം മുകളിൽ എന്താ കിട്ടി √2 മൈനസ് √3 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ √2ൻ്റെ സ്ക്വയർ 2 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 മൈനസ് 2 ഇൻറ്റു √5 പ്ലസ് √3 √5 പ്ലസ് √3 ഹോൾ ഡിവൈഡഡ് ബൈ 5 മൈനസ് 3 2 പ്ലസ് 3 ഇൻറ്റു √5 പ്ലസ് √2 ഡിവൈഡഡ് ബൈ √5യുടെ സ്ക്വയർ 5 √2ൻ്റെ സ്ക്വയർ 2 5 മൈനസ് 2 3. അപ്പോൾ എന്ത് കിട്ടി 3 ക്യാൻസലായി 2 ക്യാൻസലായി. ഇവിടെ ഒരു മൈനസ് കിടക്കുന്നതുകൊണ്ട് എന്താവും നമ്മൾ മൈനസ് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതെന്താവും √3 മൈനസ് √2 മൈനസ് √5 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് √3 പ്ലസ് √5 പ്ലസ് √2. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് √3 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് √3 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് √2 ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് √2 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് √5 ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് √5 ഉണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം എന്താ കിട്ടും 0 എന്ന് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താണ് √15 മൈനസ് x√14 ഈസ് ഈക്വൽ ടു √8 മൈനസ് √7. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ നമുക്കെന്താണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് റൂട്ട് ഹടായി നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി സ്ക്വയർ ചെയ്യണം. അപ്പോൾ എന്ത് സ്ക്വയറിങ് കൊണ്ട് ബോത്ത് സൈഡ് ആകുമ്പോൾ എന്ത് കിട്ടും 15 മൈനസ് x√14 സ്ക്വയർ ചെയ്യുമ്പം സ്ക്വയറും ഈ റൂട്ടും നമ്മൾക്ക് ക്യാൻസൽ ആയിക്കും. ബാക്കി ഇവിടെ എന്തുകൊണ്ട് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ √8ൻ്റെ സ്ക്വയർ 8 പ്ലസ് √7ൻ്റെ സ്ക്വയർ 7 മൈനസ് 2 ഇൻറ്റു √8 ഇൻറ്റു 7 2ab. അപ്പോൾ 7 15 15 വെട്ടിപ്പോവും. മൈനസ് x√14 ഈസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു 8 എങ്ങനെ എഴുതാം 2 ഇൻറ്റു 4 ഇൻറ്റു 7 എന്ന് എഴുതാം. 8 2 ഇൻറ്റു 4 എന്ന് എഴുതി 7 എഴുതി. അപ്പോൾ മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്താണ് x√14 എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ റൂട്ട് 2 പുറത്ത് വരും. 4 റൂട്ടിനകത്ത് 2 ഇൻറ്റു 7 14. അപ്പോൾ √14 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്ത് കിട്ടും x ഈസ് ഈക്വൽ ടു 4 എന്നുള്ള ആൻസർ കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം എന്താണ് സോൾവ് √9 പ്ലസ് 2x മൈനസ് √2x ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ √9 പ്ലസ് 2x. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടി √9 ഇൻറ്റു 9 പ്ലസ് 2x.
അപ്പോൾ നമുക്ക് എഴുതാം റൂട്ട് 9 പ്ലസ് 2x ഇൻറ്റു റൂട്ട് 9 പ്ലസ് 2x മൈനസ് റൂട്ട് 2x ഇൻറ്റു റൂട്ട് 9 പ്ലസ് 2x. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ രണ്ടും ഒരേ ഇവിടെ തന്നെ റൂട്ട് 9 ആണ്, അപ്പോൾ സ്ക്വയർ ആവും, റൂട്ട് ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് കിട്ടി? 9 പ്ലസ് 2x മൈനസ് ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആണല്ലോ, അപ്പോൾ ഒരു റൂട്ടിൽ എഴുതാമല്ലോ. റൂട്ട് ഓഫ് 2x ഇൻറ്റു 9 പ്ലസ് 2x ഈസ് ഈക്വൽ ടു 5. അപ്പോൾ 5 ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ 9 മൈനസ് 5 എന്താണ്? 4 പ്ലസ് 2x. ഈ മൈനസിനെ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2x ഇൻറ്റു 9 പ്ലസ് 25 ഈസ് ഈക്വൽ ടു അപ്പോൾ എന്താണ്? ഇനി നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 പ്ലസ് 2x ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോവും, റൂട്ട് റിമൂവ് ആകുമ്പോൾ 2x ഇൻറ്റു 9 പ്ലസ് 2x 25 അല്ലേ, 2x 9 പ്ലസ് 2x. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 16 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 4x സ്ക്വയർ പ്ലസ് 2ab ദാറ്റ് ഈസ് ഈക്വൽ ടു 16x ഈസ് ഈക്വൽ ടു 9x ഇൻറ്റു 2x ഇൻറ്റു 9 18x പ്ലസ് 2 ഇൻറ്റു 2 4x സ്ക്വയർ. അപ്പം 4x സ്ക്വയറും 4x സ്ക്വയറും ക്യാൻസലായി പോവും. 16 മൈനസ് 18x 16 മൈനസ് 18x പ്ലസ് 16x ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടി? 16 മൈനസ് 2x ഈസ് ഈക്വൽ ടു 0, 2x ഈസ് ഈക്വൽ ടു 16, x ഈസ് ഈക്വൽ ടു 16/2 each. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് 2 പ്ലസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 2 പ്ലസ് 3 പ്ലസ് 2 മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 2 മൈനസ് റൂട്ട് 2 മൈനസ് റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്ന് തെളിയിക്കണം. 2 എന്ന് കഴിയുമ്പോൾ ഇതിനൊരു പ്രോപ്പർട്ടി നമ്മളിവിടെ പഠിക്കേണ്ട കാര്യമുണ്ട്, പറയേണ്ട ആവശ്യമുണ്ട്. എന്താണ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഈഫ് റൂട്ട് എ പ്ലസ് റൂട്ട് ഓഫ് എ പ്ലസ് റൂട്ട് ബി എന്നൊരു സേർട്സ് തന്നാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എ പ്ലസ് ഫോർമുലയാണ് എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് എ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഇത് ഒരു പ്രോപ്പർട്ടിയാണ്. റൂട്ട് ഓഫ് എ പ്ലസ് റൂട്ട് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 പ്ലസ് എ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി ബൈ 2. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇവിടെ ഒരു ഫോമുണ്ട് റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് 3. അതിന് നമുക്ക് എന്നെ എഴുതാം? റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് 3 ഈസ് ഈക്വൽ ടു, ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ എന്ത് കിട്ടി? റൂട്ട് ഓഫ് എയുടെ സ്ഥാനത്ത് 2 കൊടുക്കാം പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ 4 ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്, 4 മൈനസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് 2 മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് കിട്ടി? റൂട്ട് ഓഫ് 2 പ്ലസ് 4 മൈനസ് 3 1 ആണ്, 1ൻ്റെ റൂട്ട് 1 ആണ്, അപ്പോൾ 2 പ്ലസ് 3/2 പ്ലസ് 2 മൈനസ് 1 എത്രയാണ്? റൂട്ട് ഓഫ് 1/2.
ഇത് 2 + √3 ആണ്. ഇതേപോലെ നമുക്ക് എന്തെഴുതാം? √2 മൈനസ് √3 ഈസ് ഈക്വൽ ടു എന്താണ്? √3/2 മൈനസ് 1/2. 3/2 മൈനസ് 1/2. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇനി നമുക്കെന്താണ് ഓരോ ഭാഗമായിട്ട് എടുത്ത് ചെയ്യുക. എന്താണ്? 2 + √3 ഡിവൈഡഡ് ബൈ √2 പ്ലസ് √2 + √3 ഈസ് ഈക്വൽ ടു നമുക്ക് നോക്കാം. എന്താണ് 2 + √3? 2 + √3 എന്ന് പറഞ്ഞത് ഈ √3/2 പ്ലസ് √1/2 ആണെങ്കിൽ 2 + √3 എത്ര? ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം 3/2 പ്ലസ് √3/2 പ്ലസ് 1/2 √1/2 the whole square ഡിവൈഡഡ് ബൈ √2 പ്ലസ് ഇതെന്താണ്? √3/2 പ്ലസ് √1/2. അപ്പം നമ്മൾ അത് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് ഇതിനെ എന്താണ് എക്സ്പാൻഡ് ചെയ്യേണ്ടതിൻ്റെ കാര്യം എന്താണ്? ഇത് നമുക്ക് ആദ്യം ഒന്ന് കൂട്ടാമല്ലോ. ഇതെന്താണ്? √2 കോമൺ ഫാക്ടറാണ്. അപ്പോൾ മുകളിൽ എന്ത് കിട്ടും? √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ √2 ഹോൾ സ്ക്വയർ. നമ്മൾ ബ്രാക്കറ്റിനകത്ത് നമ്മളൊന്ന് ആഡ് ചെയ്തു. ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ √2 ഉണ്ടല്ലോ. √2 കോമൺ ഡിനോമിനേറ്ററാണ്. √2 × √2 എത്രയാണ്? 2 പ്ലസ് 3 + 1 √3 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ ബേസ് ചെയ്യാൻ ഡിനോമിനേറ്റർ എന്താണ്? √2 ആണ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് എങ്ങനെ എഴുതാം? √3 + 1 the whole square ഡിവൈഡഡ് ബൈ √2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2. സിമിലർലി 2 + 1 എത്രയാണ്? 3 + √3 ഡിവൈഡഡ് ബൈ √2. അപ്പോൾ ഇവിടുത്തെ √2ഉം ഇവിടുത്തെ 2ഉം വെട്ടുമ്പോഴത്തേക്ക് ഇവിടെ ഒരു √2 കിട്ടും. നമുക്ക് എഴുതാം. ഇനി എന്തെഴുതാം? √3 + 1 the whole square. അപ്പോൾ √2 താഴെ വരുമല്ലോ. √2 3 + √3 എന്നൊരു √3 പുറത്തെടുത്താൽ ബാക്കി എന്ത് കിട്ടും? 3 √3 × √3 എന്ന് എഴുതിയിട്ട് √3 പുറത്തെടുത്താൽ ബാക്കി എന്ത് കിട്ടും? √3 പ്ലസ് √3 ന്ന് √3 പോയാൽ റിമൈൻഡർ 1. അപ്പോൾ ഇവിടുത്തെ ഒരു 1ഉം ഇവിടുത്തേതും വെട്ടിപ്പോവും. ബാക്കി എന്ത് കിട്ടും? √3 + 1 ഡിവൈഡഡ് ബൈ √2 × √3 എത്രയാണ്? √6. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. ഇനി അടുത്ത പോർഷൻ എന്താണ്? 2 - √3 ആണ്. അപ്പോൾ അതിൻ്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്? 2 - √3 ഡിവൈഡഡ് ബൈ √2 - √3 ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ വില കണ്ടുപിടിച്ചായിരുന്നല്ലോ. √3/2 മൈനസ് 1/2. അപ്പോൾ നമുക്ക് എഴുതാം √3/√2 മൈനസ് 1/2. ഇവിടെ റൂട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ സ്ക്വയർ കൊടുത്തു. ഡിവൈഡഡ് ബൈ √2 മൈനസ് √3 എന്താണ്? √3/2 മൈനസ് √3/√2 മൈനസ് 1/√2 ഈസ് ഈക്വൽ ടു ഇവിടെ നേരത്തെ ചെയ്ത കണക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? √3 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ √2ൻ്റെ സ്ക്വയർ 2 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ √2 വെട്ടിപ്പോൾ √2 കിട്ടും. 2 മൈനസ് അകത്ത് പോകുമ്പോൾ മൈനസ് √3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1
ദ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് 2. അപ്പോൾ 2ഉം റൂട്ടും വെട്ടുമ്പോഴത്തേക്ക് ബാലൻസ് ഇവിടെ എന്താ കിട്ടും? ഇവിടെ ഒരു റൂട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടും √3 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഉണ്ടല്ലോ, റൂട്ട് ഉണ്ട്. 2 + 1 എന്താണ്? 3 + √3. 3 മൈനസ് √3. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത കണക്ക് ഇവിടെ എന്ത് ചെയ്യും? √3 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു ആരെ പുറത്തെടുക്കും? √3യെ പുറത്തെടുക്കും. അപ്പോൾ എന്താ കിട്ടി? √3 മൈനസ് 1. അപ്പോൾ √3 മൈനസ് 1 കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താ കിട്ടും? √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √6. അപ്പോൾ നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടി. അപ്പോൾ ഈ രണ്ട് വാല്യൂയും കൂടെ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് വാല്യൂയും കൂടെ ആഡ് ചെയ്യണം. അല്ലേ, നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ്? √3 + 1 ഡിവൈഡഡ് ബൈ √6 പ്ലസ് √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √6. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ √3 + 1 പ്ലസ് √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √6 ഡിനോ. അപ്പം മൈനസും മൈനസും വെട്ടിപ്പോവും. ക്വസ്റ്റ്യൻ എന്താണ്? ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? √3 ഡിവൈഡഡ് ബൈ √6. ഇനി നമ്മളത് സ്ക്വയർ ചെയ്യണമല്ലോ. ഇത്രയും ടൈം സ്ക്വയർ ചെയ്യുമ്പം ഇവിടെയും സ്ക്വയർ വരുമല്ലോ, ഇതും സ്ക്വയർ ആവും. അപ്പോൾ എന്താണ്? 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു √3യുടെ സ്ക്വയർ 3 ആണ്. √6ൻ്റെ സ്ക്വയർ എത്രയാണ്? 6 ആണ്. അപ്പോൾ 2 കൊണ്ട് 3 കൊണ്ട് വെട്ടുമ്പോൾ 3 2s are 6. 4 കൊണ്ട് 4 വെട്ടുമ്പോൾ 2. ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു 2. നമ്മളൊക്കെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അതിൻ്റെ വാല്യൂ 2 ആണെന്ന് ഷോ ചെയ്യണം. നമ്മളിതിവിടെ ഷോ ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.